Hi, all of you, good afternoon. HSST പൊളിറ്റിക്കൽ സയൻസിൻ്റെ PSC എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ തോട്ട് ഈ പാഠഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തോമസ് ഹോബ്സിനെയാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ തുടങ്ങാം. തോമസ് ഹോബ്സ്. He was an English philosopher and one of the founding figures of modern political philosophy. He lived during a time of political instability and civil war in England, which strongly influenced his ideas about authority and government. തോമസ് ഹോബ്സ് ഒരു ഇംഗ്ലീഷ് ഫിലോസഫറാണ്. മോഡേൺ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ ഏറ്റവും നല്ല കൈമുദ്ര പതിപ്പിച്ച അദ്ദേഹം. ഹി ബിലീവ് ഡ്യൂറിങ് എ ടൈം ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകാലം എന്ന് പറയുന്നത് രാഷ്ട്രീയ അസ്ഥിരതയുടെയും ആഭ്യന്തര യുദ്ധവും, ഇപ്പോൾ സിവിൽ വാറിൻ്റെ ടൈമിൽ, ഇംഗ്ലണ്ടിൽ സിവിൽ വാറിൻ്റെ ടൈമിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗവൺമെൻറ് എങ്ങനെയായിരിക്കണം ഒരു അതോറിറ്റി വളരെ അരാജകത്വം നിറഞ്ഞ ഒരു ടൈമിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനെ കുറിച്ചും അതോറിറ്റിയെക്കുറിച്ചൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. എന്തൊക്കെയാണ്? ഹോബ്സ് ബിലീവ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആർ നാച്ചുറലി സെൽഫ് ഇൻട്രസ്റ്റഡ് ആൻഡ് കോമ്പറ്റിറ്റീവ്. സാധാരണ രീതിയിൽ മനുഷ്യർ എങ്ങനെയുള്ളവരാണ്? അവരെന്ന് പറയുന്നത് വളരെ മത്സര സ്വഭാവമുള്ളവരാണ്, അല്ലേ? സ്വന്തം താല്പര്യങ്ങൾ കൂടുതൽ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഗവൺമെൻറ് ആബ്സെൻസിൽ എന്ത് സംഭവിക്കും? സൊസൈറ്റി വുഡ് ഫാൾ ഇൻ ചാവസ്, എ കണ്ടീഷൻ ഹി കോൾഡ് ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ, വെയർ ലൈഫ് വുഡ് ബി ഇൻസെക്യൂർ ആൻഡ് വയലൻറ്റ്. അതായത് ഒരു യഥാർത്ഥ രീതിയിലുള്ള ഗവൺമെൻറ് ഇല്ലെങ്കിൽ അവിടെ ആളുകൾക്കിടയിൽ എന്തുണ്ടാകും? ഇൻസെക്യൂരിറ്റി ഉണ്ടാകും, വയലൻസ് ഉണ്ടാകും. ടു എസ്കേപ്പ് ദിസ് കണ്ടീഷൻ പീപ്പിൾ എൻറ്റർ ഇൻ ടു എ സോഷ്യൽ കോൺട്രാക്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വയലൻസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് പുറത്തു വരുന്നതിന് വേണ്ടി അവർ ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. agreeing to surrender some of their freedoms to a powerful ruler or government in exchange for peace and security. അതായത് അവർക്ക് സമാധാനവും സുരക്ഷിതത്വവും ലഭിക്കണം. അതിനുവേണ്ടി അവർ ഏറ്റവും പവർഫുള്ളായ ലീഡർക്ക് എന്ത് സറണ്ടർ ചെയ്യാണ്? അവരുടെ ഫ്രീഡംസൊക്കെ സറണ്ടർ ചെയ്യുകയാണ്. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്സാണ് ദ എലമെൻറ്റ്സ് ഓഫ് ലോ, നാച്ചുറൽ ആൻഡ് പൊളിറ്റിക്, 1640 സെക്കൻഡ് ഡേ സ്യൂ ഓൺ ദി സിറ്റിസൺ, 1642. ഡേറ്റ് പഠിക്കണം, കാരണം നമുക്ക് മാച്ച് ദി ഫോളോയിങ് വരാറുണ്ട്. ലവ്യദാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തോമസ് ഹോബ്സിൻ്റെ ഫേമസ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ലവ്യദാൻ, 1651, ദ മോസ്റ്റ് ഫേമസ് വർക്ക്. ദെൻ ഡി കോൾപോൾ, 1655. ദെൻ ഡി ഹോമെയിൻ, 1658. ആ ഡി ചേർത്തിട്ടുള്ള ആദ്യം പഠിക്കുക. ഡി സ്യൂ, ഡി കോൾപോൾ, ഡി ഹോമെയിൻ. പിന്നെ ഓൾറെഡി ലഭ്യത നമുക്കറിയാം. പിന്നെ അടുത്ത ദ എലമെൻറ്റ്സ് ഓഫ് ലോ, നാച്ചുറൽ ആൻഡ് പൊളിറ്റിക്. ദെൻ അതർ നോട്ടബിൾ വർക്ക്സ് ഏതൊക്കെയാണ്? ബെഹമോത്ത്, അബൌട്ട് ദ ഇംഗ്ലീഷ് സിവിൽ വാർ. സെക്കൻഡ്, ഡയലോഗ് ബിറ്റ്വീൻ എ ഫിലോസഫർ ആൻഡ് എ സ്റ്റുഡൻറ്റ് ഓൺ ദി കോമൺ ലോസ് ഓഫ് ഇംഗ്ലണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എല്ലാം കണക്ട് ചെയ്ത് പഠിക്കുക.
പ്രധാനമായിട്ട് ഇതിൽ പഠിക്കാനുള്ളത് ഓൾ പീപ്പിൾ നാച്ചുറലി ഈക്വൽ ആണെന്ന് പറയണം. പക്ഷേ അവർക്ക് എല്ലാത്തിനും കംപ്ലീറ്റ് ഫ്രീഡവും ഉണ്ട് സെൽഫ് പ്രിസർവ് ചെയ്യാനായിട്ട്. പക്ഷേ എന്തില്ല എന്ന് പറയണം, അവിടെ ജസ്റ്റിസോ ഗവൺമെൻറ്റോ ലോസോ സെക്യൂരിറ്റി ഒന്നും ഇല്ല. നെക്സ്റ്റ്, സോഷ്യൽ കോൺട്രാക്റ്റ്. അക്കോർഡിംഗ് ടു തോമസ് ഹോബ്സ്, the social contract is an agreement made by individuals to escape the dangerous state of nature and secure peace and safety. അപ്പോൾ എന്താണ് ഈ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്? തോമസ് ഹോബ്സിൻ്റെ അഭിപ്രായത്തിൽ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എഗ്രിമെൻറ്റ്. ആരൊക്കെയാണ് എഗ്രിമെൻ്റ് ആളുകൾ? ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ഇൻഡിവിജ്വൽസ്. ആ ഒരു സ്റ്റേറ്റിലെ ആളുകൾ, വ്യക്തികൾ, പൗരന്മാർ തന്നെയാണ്. ടു എസ്കേപ്പ് ദ ഡേഞ്ചറസ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ, നമ്മൾ പറഞ്ഞ ആ വളരെ ബ്രൂട്ടീഷായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്, ആ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, സമാധാനവും സുരക്ഷിതത്വവും ലഭിക്കുന്നതിന് വേണ്ടി ഈ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുകയാണ്? ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൽ എഗ്രിമെൻറ്റ് ചെയ്യുകയാണ്. In the state of nature, life is marked by fear, insecurity and constant conflict. തുടർച്ചയായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, ഫിയർ ആൻഡ് ഇൻസെക്യൂരിറ്റിയിലാണ് സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ ഒരു സ്വഭാവം നിലനിന്നിരുന്നത്. ടു അവോയ്ഡ് ദിസ്, പീപ്പിൾ വോളണ്ടിയർലി എഗ്രി ടു, ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി പൗരന്മാരെന്ത് ചെയ്തു? ഗിവ് അപ്പ് ദെയർ നാച്ചുറൽ റൈറ്റ്സ് ടു അൺലിമിറ്റഡ് ഫ്രീഡം. നമുക്ക് ഒരു അൺലിമിറ്റഡ് ഫ്രീഡം ലഭിക്കുന്നതിന് വേണ്ടി, അല്ലേ, നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്റ്റേറ്റിൽ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി തൽക്കാലത്തേക്ക് നമ്മുടെ നാച്ചുറൽ റൈറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാണ്? സറണ്ടർ ചെയ്യുകയാണ്. ട്രാൻസ്ഫർ ദെയർ പവർ ടു എ സിംഗിൾ അതോറിറ്റി. നമ്മുടെ പവർ, അധികാരങ്ങളെല്ലാം ഒരു സിംഗിൾ അതോറിറ്റി, ഒരു സോവറിൻ അതോറിറ്റിയിലേക്ക് നമ്മൾ കൈമാറുകയാണ്. ഒബേ ലോസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് ഓർഡർ. സമൂഹത്തിൽ പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടിയും ഓർഡർ അനുസരിക്കുന്നതിന് വേണ്ടി, അല്ലേ, പ്രൊട്ടക്ഷൻ ആൻഡ് ഓർഡറിന് വേണ്ടി ഈ ലോസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ്? എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ഒരു സോവറിൻ അതോറിറ്റിയിലേക്ക്. ദ സോവറിൻ കിങ് ആകാം, ചിലപ്പോൾ ഒരു ഗവൺമെൻറ് ആകാം. ഇറ്റ് ഹോൾഡ്സ് അബ്സൊല്യൂട്ട് പവർ ആൻഡ് ഈസ് നോട്ട് എ പാർട്ടി ടു ദി കോൺട്രാക്ട്. വൺസ് എസ്റ്റാബ്ലിഷ്, ദ സോവറിൻ കനോട്ട് ബി റെസിസ്റ്റഡ് ഓർ ഓവർത്രോൺ ആസ് ദിസ് വുഡ് റിട്ടേൺ സൊസൈറ്റി ടു ക്യാവസ്. അതായത് ഒരിക്കൽ ഈ പരമാധികാരിയെ ആയിട്ട് അദ്ദേഹം സ്ഥാപിക്കപ്പെട്ടാൽ പിന്നെ അദ്ദേഹത്തിന് അട്ടിമറിക്കാനോ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തൂത്തെറിയാനൊന്നും പറ്റില്ല. കാരണം അദ്ദേഹമായിരിക്കും സോവറിൻ അതോറിറ്റി. അതങ്ങനെ കിങ് ആവണമെന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആകുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. കിങ്ങോ ഗവൺമെൻറ്റോ ആയിരിക്കാം, പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കും ഫുൾ അതോറിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അവരുടെ അനുസരിക്കണം. നെക്സ്റ്റ്, സ്ട്രോങ് ഗവൺമെൻറ്. Thomas Hobbes strongly supported the idea of a strong, absolute government to maintain peace and order in society. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്ട്രോങ് ഗവൺമെൻറ്റിന് മാത്രമേ, അല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട് ഗവൺമെൻറ്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സൊസൈറ്റിയിൽ പീസ് ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അക്കോർഡിംഗ് ടു ഹോബ്സ്, humans are self-interested and driven by fear and desire. ശരിക്കും ഈ ഹ്യൂമൻസ് എന്ന് പറയുന്നത് സ്വന്തം താല്പര്യങ്ങൾ നോക്കി മാത്രം ജീവിക്കുന്നവരാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ടാവും. ചില കാര്യങ്ങൾ അവർക്ക് ഭയമുണ്ടാകും. പലപ്പോഴും അവർ സ്വാർത്ഥന്മാരായി മാറുന്നു. വിത്തൗട്ട് അതോറിറ്റി, സൊസൈറ്റി ഫാൾസ് ഇൻ ടു ദി സ്റ്റേറ്റ് ഓഫ് നേച്ചർ മാർക്ക്ഡ് ബൈ വയലൻസ് ആൻഡ് ഇൻസെക്യൂരിറ്റി. യഥാർത്ഥ ഒരു സ്ട്രോങ് ഗവൺമെൻറ് ഇല്ലാതെ സമൂഹം വളരെ വയലൻസ് ആയിട്ടുള്ള, ഇൻസെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചറിലേക്ക് പോകും. ടു എസ്കേപ്പ് ദിസ് കണ്ടീഷൻ, ഈ കണ്ടീഷനിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പീപ്പിൾ ഫോം എ സോഷ്യൽ കോൺട്രാക്റ്റ്. ആളുകൾ ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൽ എത്തി. ത്രൂ ദിസ് കോൺട്രാക്ട് ഇൻഡിവിജ്വൽ സറണ്ടർ ദ റൈറ്റ്സ് ടു എ സോവറിൻ അതോറിറ്റി. ഈ സോഷ്യൽ കോൺട്രാക്റ്റ് പ്രകാരം ഇൻഡിവിജ്വൽസ് അവരുടെ എല്ലാ അവകാശങ്ങളും ഒരു സോവറിൻ അതോറിറ്റിക്ക് കൈമാറുകയാണ്.
അത് കിങ് ആകാം, ഗവൺമെൻറ് ആകാം. ദിസ് സോവറിൻ മസ്റ്റ് ഹാവ് അബ്സല്യൂട്ട് ആൻഡ് അൺഡിവൈഡഡ് പവർ. നമുക്ക് ഒരിക്കലും തിരിച്ചു വാങ്ങാൻ പറ്റാത്തത്ര സ്ട്രോങ് ആയിട്ടുള്ള അധികാരമുള്ള ഒരാളെയാണ് നമ്മൾ ഇത് ഏൽപ്പിച്ചത്. ഏതേൽപ്പിച്ചത്? നമ്മുടെ റൈറ്റ്സ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരിക്കലും ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് സാധിക്കില്ല. ത്രൂ ദിസ് കോൺട്രാക്ട് ഇൻഡിവിജ്വൽ സറണ്ടർ ദെയർ റൈറ്റ്സ് ടു എ സോവറിൻ അതോറിറ്റി. ദിസ് സോവറിൻ മസ്റ്റ് ഹാവ് അബ്സല്യൂട്ട് ആൻഡ് അൺഡിവൈഡഡ് പവർ ടു. എന്തിനൊക്കെയുള്ള പവറുണ്ട്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. മേക്ക് ആൻഡ് എൻഫോഴ്സ് ലോസ്. നിയമം നിർമ്മിക്കാനും അത് നടപ്പിലാക്കാനുമുള്ള പവർ. സെക്കൻഡ്, പണിഷ് ഒഫൻഡേഴ്സ്. ശിക്ഷ നടപ്പിലാക്കുക. ദെൻ പ്രൊട്ടക്ട് സിറ്റിസൺസ് ഫ്രം ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ത്രെറ്റ്സ്. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഉണ്ടാകുന്ന ത്രെറ്റ്സിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കുക. ഹോബ്സ് ആർഗ്യൂഡ് ദാറ്റ് ദ സോവറിൻ ഈസ് നോട്ട് സബ്ജക്റ്റ് ടു ദി ലോ. അദ്ദേഹം ഒരിക്കലും നിയമത്തിന് വിധേയനല്ല. കനോട്ട് ബി റെസിസ്റ്റഡ് ഓർ ഓവർത്തോൺ. നമുക്ക് തോന്നിയ സമയത്ത് അദ്ദേഹത്തെ അട്ടിമറിക്കാനോ എടുത്തു കളയാനോ പ്രതിരോധിക്കാനൊന്നും പറ്റില്ല. മസ്റ്റ് ബി ഒബൈഡ് ടു പ്രിവെൻറ്റ് റിട്ടേൺ ടു ക്യാവോസ്. കുഴപ്പങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത് എന്ത് ചെയ്യണം? തടയാനായിട്ട് ആർക്ക് സാധിക്കണം? നമ്മുടെ ഈ ഹയർ അതോറിറ്റിയായ ഗവൺമെൻറ്റിന് സാധിക്കണം. അദ്ദേഹത്തിൻ്റെ കുറച്ച് ഐഡിയാസ് മാത്രമാണ് ഇനി പറയാൻ പോകുന്നത്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് സോളിറ്ററി, പുവർ, നാസ്റ്റി, ബ്രൂട്ടിഷ് ആൻഡ് ഷോർട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ നമുക്ക് സർവൈവ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ ഒത്തിരി കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും. അത് മനുഷ്യരെ ഭയപ്പെടുത്തും. ഭയത്തോടു കൂടിയൊരു ജീവിതം അവസാനം വരെ അത് നമുക്ക് പറ്റില്ല. ഈ ഭയം മാറ്റി സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ നമ്മൾ എന്തെങ്കിലും മാർഗം കണ്ടെത്തണം. അതാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ കോൺട്രാക്റ്റ്. ദെൻ സൈക്കോളജിക്കൽ ഇഗോയിസം. ഹോബ്സ് ആർഗ്യൂഡ് ദാറ്റ് ഹ്യൂമൻസ് ആർ നാച്ചുറലി സെൽഫ് ഇൻട്രസ്റ്റഡ്. ഈവൻ വെൻ പീപ്പിൾ സീം കൈൻഡ് he thought they are ultimately acting for their own benefit, like safety and approval. അപ്പോൾ സൈക്കോളജിക്കൽ ഈഗോയിസം ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടേതാണ്? തോമസ് ഹോബ്സിൻ്റേതാണ്. നെക്സ്റ്റ് സോഷ്യൽ കോൺട്രാക്റ്റ്. ദെൻ അബ്സൊല്യൂട്ട് സോവറിനിറ്റി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹോബ്സ് ബിലീവ് ദ റൂളർ, ദി സോവറിൻ, മസ്റ്റ് ബി അബ്സൊല്യൂട്ട് പവർ ടു കീപ് ഓർഡർ. ഈ സ്ട്രോങ് ഗവൺമെൻറ് പ്രിവെൻറ്റ് സിവിൽ വാർ. അല്ലേ, നല്ല സ്ട്രോങ് ഗവൺമെൻറ് മാത്രമേ സിവിൽ വാറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ തടയാൻ സാധിക്കുള്ളൂ. റെബല്യൻ ഈസ് യൂഷ്വലി അൺജസ്റ്റിഫൈഡ് ബിക്കോസ് ഇറ്റ് ലെഡ്സ് ബാക്ക് ടു ചാവോസ്. അബ്സല്യൂട്ട് സോവർണിറ്റി, അവിടെയാണ് പ്രാധാന്യം. അബ്സല്യൂട്ട് സോവർണിറ്റി ആരുടേതാണ്? തോമസ് ഹോബ്സിൻ്റെ. ദെൻ ലോ ആൻഡ് അതോറിറ്റി. ലോസ് കംസ് ഫ്രം സോവറിൻ. സോവറിൽ നിന്നാണ് നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ജസ്റ്റിസ് മീൻസ് ഒബേയിങ് ദി ലോ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് നിയമം നന്നായി അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. വിത്തൗട്ട് അതോറിറ്റി ദർ ഇസ് നോ ട്രൂ ജസ്റ്റിസ് ഓർ ഇൻജസ്റ്റിസ്. ശരിക്കും അതോറിറ്റി ഇല്ലാതെ അവിടെ നീതിയുമില്ല, അനീതിയും ഇല്ല. ദെൻ മെറ്റീരിയലിസം. ഹോബ്സ് തോട്ട് എവറിത്തിങ് ഇൻ ദി യൂണിവേഴ്സ് including thoughts and emotions was made of matter in motion, not spiritual substances. അതായത് ഈ ഭൂമിയിലെ എല്ലാം എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്? മോഷൻസ് കൊണ്ട്. ഒരിക്കലും ഒരു സ്പിരിച്വൽ ആത്മീയമായിട്ടൊരു സബ്സ്റ്റാൻസ് അല്ല, അതെപ്പോഴും മാറ്ററിന് തന്നെയാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ലാസ്റ്റ്, ഫിയർ ആസ് എ പൊളിറ്റിക്കൽ ടൂൾ. ഈ പണിഷ്മെൻറ്റിനെയും ഡെത്തിനെയും പേടിക്കുക എന്നുള്ളത് തന്നെ നിയമം അനുസരിക്കുന്നതിനുള്ള 2 കീ റീസൺസായിട്ട് മാറിയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിന്ന് തോമസ് ഹോബ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കുക. തോമസ് ഹോബ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അടുത്ത തവണ ഇടുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.